മുൻകാർ ഒഴിവാക്കി സ്വീറ്റ് റൂമിന്റെ പിൻവാതിൽ വഴിക്ക് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസ് വിട്ടപ്പോ ഊഹിച്ചു ഇവിടേക്ക് തന്നെയാവും തന്റെ പുറപ്പാടെന്ന്. നിനക്കൊരാപൽഘട്ടമുണ്ടായാൽ ഉന്നം പിഴയ്ക്കാത്ത കൂലി വെടിക്കാരെ സംഘം ചേർത്ത് ബോർഡർ കടന്നു വരും ഉദയൻ ഷെട്ടി എന്ന് പ്രതീക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിവ്യയം വേറെയും വേണ്ടി വന്നില്ല ഹൈദരാലി. ശ്വേത നാച്ചപ്പയുടെ ബോഡി കാണപ്പെട്ട ആ ദിവസം മുതൽ ദാ ഇവന്റെ പിന്നാലെയുണ്ട് സ്റ്റേറ്റ് പോലീസിലെ മിടുക്കന്മാരുടെ കണ്ണുകൾ. ഇവൻ അറിയാതെ. പ്ലീസ്, വിൽപ്പനയ്ക്കല്ല ബാലചന്ദ്രൻ എന്നറിയാം. എങ്കിലും ഐ ആം ഓഫറിംഗ് യു. എന്ത് ചോദിച്ചാലും എത്ര കോടി വേണമെങ്കിലും തരും ഹൈദരാലി. ഒരുപാട് കോടികളുണ്ട് നിന്റെ കയ്യിൽ അല്ലടാ? അതേടാ, ഇന്നാട്ടിൽ അക്ഷരാഭ്യാസമില്ലാത്തവരും അന്തിചായൻ കൂരയില്ലാത്തവരും അഷ്ടിക്ക് അന്നമില്ലാത്തവരുമായ ലക്ഷക്കണക്കിന് മുസൽമാന്മാരുടെ കണ്ണീരും രക്തവും അധ്വാനവും കൊണ്ട കുട്ടികൾ. ഇസ്ലാമിലെ ഇല്ലായ്മക്കാരന്റെ അവശതയും അവകാശങ്ങളും അഭിമാനവും വരെ മുന്നണികൾക്കും ഭരണക്കാർക്കും തീരെഴുതി കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ അധികാരവും മന്ത്രിക്കസേരയും അഴിമതിയും കുംഭകോണവും കൊണ്ട് നീ പെരുപ്പിച്ചെടുത്ത കോടി നിനക്ക് മാത്രം അനുഭവിക്കാൻ, നിനക്ക് മാത്രം ആഘോഷിക്കാൻ, നിനക്ക് മാത്രം സുഖിക്കാൻ. നിനക്ക് ഈ ഉലകം മുഴുവൻ പറന്നു നടന്ന് കുടിച്ച് കൂത്താടി പെണ്ണ് പിടിച്ച് മതിക്കാൻ നീ ഉണ്ടാക്കി പൂഴ്ത്തിവെച്ച പുഴുത്തു നാറി പുഴുവരിക്കുന്ന കോടികൾ. അത് വെച്ച് ഭരത്ചന്ദ്രന് മാത്രമല്ല, നിന്നെ പെറ്റ തള്ളയുടെ ഗർഭപാത്രത്തിന് വരെ വില പറയുന്ന അല്ലടാ? നമുക്ക് നീയുണ്ടാക്കിയ ലഹളകളിൽ കൺമുന്നിൽ മക്കളുടെ തലയിറക്കുന്നത് കണ്ടു നിൽക്കാൻ ശപിക്കപ്പെട്ട ഓരോ അമ്മയുടെയും ഒരിക്കലും തോർന്നു തീരാത്ത കണ്ണുനീരിന്റെ പേരിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇന്നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരു ആയുസ് മുഴുവൻ ഒഴിഞ്ഞുവെച്ച മായന്ത്രം ബാബയുടെ പേരിൽ, പിന്നെ എന്റെ ചങ്കിലേക്ക് നീ ഒഴിപ്പിച്ച നിറയേറ്റ് പിടഞ്ഞു വീണുപോയ പാവം എന്റെ ഹബീബ് ബഷീറിന്റെ പേരിൽ. ഒരു കോടതിക്കും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ നിന്റെ കണക്ക് തീർക്കാൻ പോകുന്നു ഭരത്ചന്ദ്രൻ. ഈ സ്റ്റേറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കൺമുന്നില് ചോദിക്കാനും പറയാനും നീതി നിയമമുള്ള നാടായത് ഇല്ലടോ. എത്രയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചാലും കൊള്ളിവെച്ചാലും കൊന്നാലും തുറങ്കിലേക്കോ തൂക്കുമരത്തിലേക്കോ അയച്ചിട്ടില്ല ഒരൊറ്റ നേതാവിനെ പോലും ഈ സ്വതന്ത്ര സുന്ദര ഭാരതം. ഇവിടുത്തെ നിയമങ്ങൾ, ഇവന്റെ മരണം ഇന്നാട്ടിലെ ചെറുപ്പക്കാരുടെ രക്തം ദുഷിപ്പിക്കാൻ ഇവൻ ഇറക്കുമതി ചെയ്ത അതേ വിഷം കൊണ്ട്, കാലാപുരോഹിതന്റെ വിരൽപ്പാടുള്ള ആയുധം കൊണ്ട്. രാവിലെ തന്നെ കോടതിയിൽ ഹാജരായി ബാബ വധക്കേസിലെ മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയും ഭരത്ചന്ദ്രൻ. ആസ് എ കമ്മിറ്റഡ് പോലീസ് ഓഫീസർ, ജനസേവകന്റെ ഈ കുപ്പായവും മുഖ്യമന്ത്രിയുടെ ഈ കിരീടവും ഇനി എന്നേക്കുമായി അഴിച്ചുവെക്കാൻ നിങ്ങൾക്ക് ഇന്ന്
നിമിഷം മുതൽ നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ജയ് ഹിന്ദ്.